പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക പാക്കിംഗ് ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. നന്നായി പാക്ക് ചെയ്താൽ. ആ കാട്ടിൽ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ഡിമ്പൻ കരടി, ചെമ്പൻ കുറുക്കൻ, ബോലുമുയൽ, ലിപ്പുക്കുരങ്ങൻ. ഇവർ അവരവരുടെ ഉൽപ്പന്നങ്ങൾ ചെറിയ തോതിൽ വ്യാപാരം നടത്തി കാട്ടിൽ ജീവിച്ചിരുന്നു. ഡിമ്പൻ രുചിയൂറുന്ന തേൻ ശേഖരിക്കും. ചെമ്പൻ കുറുക്കൻ കാട്ടിലെ പഴങ്ങൾ ശേഖരിച്ച് വിൽക്കും. ബോലുമുയൽ പച്ചക്കറി കൃഷി ചെയ്ത് കൊണ്ടുവരും. ലിപ്പുക്കുരങ്ങൻ മരത്തടികൾ കൊണ്ട് കളിപ്പാട്ടങ്ങളും കൈത്തറി സാധനങ്ങളും ഉണ്ടാക്കും. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. അവരുടെ സാധനങ്ങൾ പലപ്പോഴും വേഗം നശിച്ചു പോകും. അകലക്കാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ, അവിടെ എത്തിക്കഴിയുമ്പോൾ പലപ്പോഴും അവർ ഉൽപ്പന്നം തിരിച്ചയക്കും. പഴങ്ങൾ ചീഞ്ഞു പോകും, തേൻ ചോർന്നു പോകും, പച്ചക്കറികൾ വാടിക്കരിയും, കളിപ്പാട്ടങ്ങൾ തകർന്നു പോകും. അങ്ങനെ അവരുടെ വ്യാപാരം ആകെ നഷ്ടത്തിലായി. ഒരു ദിവസം കാട്ടിലെത്തിയ ബുദ്ധിമാനായ ആമച്ചേട്ടൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നല്ലതാണ്, പക്ഷേ പാക്കേജിംഗ് മോശമാണ്. അത് ശരിയാക്കണം. ഉൽപ്പന്നം ശരിയായി പാക്ക് ചെയ്യുന്നത് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാനും സമഗ്രമായി സൂക്ഷിക്കാനും സാധിക്കും. അവർ പുതിയൊരു പദ്ധതി തയ്യാറാക്കി. തേൻ ഉറപ്പുള്ള കുപ്പികളിലടച്ച് ഡിമ്പൻ കരടി അതിന് അരക്കിട്ട് ചോരാത്ത വിധത്തിലാക്കി. ചെമ്പൻ കുറുക്കൻ പഴങ്ങൾ വൃത്തിയുള്ള പെട്ടികളിലാക്കി. ബോലുമുയൽ തണുപ്പോടെ നിലനിർത്തുന്ന പൊതികളിൽ പച്ചക്കറികൾ പാക്ക് ചെയ്തു. ലിപ്പു പൊട്ടാതെ ഇലകളും വൈക്കോലും പുല്ലും നിറച്ച പെട്ടിയിൽ പാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്തു. അവരുടെ സാധനങ്ങൾ ഇപ്പോൾ അന്യവനങ്ങളിൽ പ്രിയമുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുരക്ഷിതമായി കൃത്യമായി എത്തിയപ്പോൾ ഉപഭോക്താക്കൾ സന്തോഷത്തോടെ അവ വാങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കാട്ടിൽ വ്യാപാരി സംഗമം നടന്നു. അവിടെ മികച്ച വ്യാപാരികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡിമ്പൻ കരടി, ചെമ്പൻ കുറുക്കൻ, ബോലുമുയൽ, ലിപ്പുക്കുരങ്ങൻ എന്നിവരെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അവർ വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം നല്ല ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വൃത്തിയായി പാക്ക് ചെയ്തു എന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വിജയം നേടിത്തരാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആമച്ചേട്ടന് പ്രത്യേകം നന്ദി. വലിയ കയ്യടികൾക്കിടയിൽ അവർ സമ്മാനം ഏറ്റുവാങ്ങി.